എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വാട്ടർ സ്പിരിറ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആസ്തേനെയാണ്. അപ്പോഴാണ് അവൻ അവന്റെ കീ ഉപയോഗിച്ച് തന്റെ അടുത്ത് ആരോ ഉണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ആ വാട്ടർ സ്പിരിറ്റിനെ അതിനകത്തുള്ള ആളാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആസ്ത വളരെ വേഗത്തിൽ അതിനകത്തോട്ട് പോകുന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അവിടെയുള്ള ഒരു സിംഹാസനത്തിൽ ഒരു പ്രതിമയായിരുന്നു ഉണ്ടായിരുന്നത്. നോ വേ, എനിക്ക് ആരുടെയോ കീ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് എന്നവൻ ചിന്തിക്കുന്ന സമയത്താണ് ഒരു വലിയ ബീവറിന്റെ മുകളിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നത്. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റതും ആസ്തയെ തട്ടിത്തെറിപ്പിക്കുന്നു. ഹേയ്, എന്താ അത് എന്നവൻ ചോദിച്ചതും ആ വാട്ടർ സ്പിരിറ്റ് അവൻ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. നോ, എന്റെ ഗ്ലാസസ് കാണാനില്ലല്ലോ. ഹേയ് ലോറോ ബജിക, നീ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ നിന്നോട് ഈ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച ആ വാട്ടർ സ്പിരിറ്റ് അങ്ങോട്ട് വരുന്നു. സോ വാട്ടർ സ്പിരിറ്റ് ഒരു കുട്ടിയെ പോലെ പരിപാലിക്കുന്ന അവളുടെ പേരാണ് ലോറോ ബജിക. അങ്ങനെയാണെങ്കിൽ ഇതാണോ ഹാർട്ട് കിണ്ടത്തിന്റെ രാജ്ഞി എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് നോയൽ വാട്ടർ മാജിക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത ഗാജേനെയാണ്. എന്റെ ഡിഫൻസ് സ്പെൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അവൾ ശരിക്കും വളരെ ടാലന്റഡ് ആണ് എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ഗാജ അവരുടെ അടുത്തോട്ട് പോകുന്നു. എന്നോട് ക്ഷമിക്കൂ, നിങ്ങളുടെ മാജിക് സ്റ്റേജ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയത്. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. മാജിക് സ്റ്റേജസ് 9, 8, 7 സംഖ്യ ചെറുതാകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ശക്തരാകുമോ? അതെ, മാജസ് ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, അവരുടെ പവർഫുൾ ആയ മാജിക്കിന്റെ ബലത്തിലാണ്. ഉദാഹരണത്തിന് ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഒരു മേജിന് ഒരിക്കലും ഒറ്റയ്ക്ക് അവരെ നേരിടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മാജിക് അളക്കാൻ വേണ്ടി മാജിക് സ്റ്റേജസ് ഉപയോഗിക്കുന്നത്. സ്റ്റേജ് 0-ലുള്ള മാജസിന്റെ എണ്ണം അനുസരിച്ചാണ് രാജ്യം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഒരു ഡെവിളുമായിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്റ്റേജ് 1-ന് താഴെയുള്ളവർക്ക് പോലും അത് നേരിടാൻ സാധിക്കില്ല. എന്നാൽ ലേഡി അവരോട് പറയുന്നു, ഡെവിളോ? ഇവിടെ ഒരു വലിയ ഡെവിളിന്റെ സിഗ്നൽ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുള്ള ആ ഡെവിൾ കേഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുവാണ് ആസ്ത. ഹേയ്, അത് ഞാനാണ്. എന്നെ ഒരു ഡെവിൾ കേഴ്സിംഗ് ചെയ്തു. ഒന്നും ചെയ്തില്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ മരിക്കും എന്നാൽ ലേഡി അവരോട് പറയുന്നു. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ ഇവൾ ഇതിങ്ങനെ ഡയറക്റ്റ് ആയി പറയുമെന്ന് വാട്ടർ സ്പിരിറ്റും വിചാരിച്ചില്ല. അത് ശരിയാണ്, ഞങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മാജിക് സ്റ്റേജ് അളന്നതിന്റെ കാരണം ലോറോ ബജിക്കയെ കേഴ്സിംഗ് ചെയ്ത മെഡിക്കല എന്ന ഡെവിളിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അതെ, ക്ലോവർ കിണ്ടത്തിലെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്നാണ് ആ രാജ്ഞി അവിടെ നിന്ന് ഓടുന്നത്. ഹേയ്, എന്തു പറ്റി? ഓ നോ, മരങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് തന്നെ ഓടുന്നു. സോ അവൾ അവളുടെ മാജിക് ഉപയോഗിച്ച് ആ സ്ഥലത്ത് ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു. അവൾ ഒരേ സമയം എല്ലാ മരങ്ങൾക്കും വെള്ളം ഒഴിക്കുന്നു. അതെ, ഈ രാജ്യത്തിന്റെ പല ഭാഗത്തായി നടക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും അവൾക്ക് ഒറ്റയടിക്ക് കിട്ടി. അപ്പൊ ഇതാണ് ഹാർട്ട് കിണ്ടത്തിലെ ക്യൂനിന്റെ മാജിക് എന്ന് ചിന്തിക്കുവാണ് നീരോ. ശരി ലോറോ ബജിക, ഇനി പോയി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വാ. മനോഹരവും സമാധാനപൂർണവുമായ ഹാർട്ട് കിണ്ടത്തിന്റെ കാവൽ ദേവത. ഒരു ഡെവിളിന്റെ കേഴ്സിന് മുമ്പിൽ തോൽക്കാത്ത ഒരാൾ ഇവളെ പോലെ മറ്റാരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ വാട്ടർ സ്പിരിറ്റ് രാജ്ഞിയുടെ വസ്ത്രമല്ല അവളെ ധരിപ്പിക്കുന്നു. എനിക്ക് ഇതൊക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നതും അതിൽ തടഞ്ഞ് തല തല്ലി താഴെ വീണുവാണ് അവൾ. ഹേയ്, ഇവളീ കാണിക്കുന്ന മണ്ടത്തരമെല്ലാം ഒരു പക്ഷെ ആ ഡെവിളിന്റെ കേഴ്സ് കാരണമായിരിക്കുമോ? ഹേയ് അല്ല, അത് ഞാൻ കാരണം തന്നെയാ. മെഡിക്കുല, എന്റെ പ്രിയപ്പെട്ട ലോറോ ബജിക്കയെ കേഴ്സിംഗ് ചെയ്ത ആ ഡെവിൾ അതിപ്പോ ഡയമണ്ട് കിണ്ടത്തിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഡയമണ്ട് കിണ്ടത്തിലോട്ട് സ്കൗട്ടിന് വേണ്ടി വന്ന മാഗ്നിയെയും മറ്റുള്ളവരെയുമാണ്. ഹേയ്, എന്താ അത്? ആ ഡയമണ്ട് സോൾജേഴ്സിനെ എല്ലാം അവൻ ഒറ്റയ്ക്കാ തോൽപ്പിച്ചത്. അവരിൽ ചിലർ നമ്മുടെ ക്യാപ്റ്റൻസിനെ പോലെ സ്ട്രോങ് ആയിരുന്നു. എന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ടാണ് അവൻ അവരെ ഡിഫീറ്റ് ചെയ്തത്. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനു മുൻപ് ഇങ്ങനെ തോന്നിയിട്ടേയില്ല. ശരിക്കും എനിക്ക് അവനോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. സോ ആരെ കണ്ടാലും ഫൈറ്റിന് ഇൻവൈറ്റ് ചെയ്യുന്ന ലക്കിന് അവനെ കണ്ടപ്പോ ഫൈറ്റിന് താല്പര്യമില്ല. സോ ലക്ക് അങ്ങനെ പറയണമെങ്കിൽ അവൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നീട് നമ്മൾ കാണുന്നത് ഹാർട്ട് കിണ്ടത്തിന്റെ റോയൽ പാലസ് ആണ്. ആസ്തയും നീരോയും അവിടെ നിൽക്കുന്ന സമയത്താണ് നോയലും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നത്. ആസ്തയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്നറിഞ്ഞപ്പോ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നു. ഇതേ സമയമാണ് ഹാർട്ട് കിണ്ടത്തിന്റെ രാജ്ഞി അങ്ങോട്ട് വരുന്നത്. അവരുടെ ഭംഗി കണ്ട് മിമോസയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ കയ്യിൽ അളക്കാൻ സാധിക്കാത്ത അത്രയും മാജിക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണോ ഹാർട്ട് കിണ്ടത്തിന്റെ രാജ്ഞി? ഓ സോ ബ്യൂട്ടിഫുൾ! നീ ഭൂമിയിൽ അവതരിച്ചു വന്ന ഒരു ദേവതയാണ്. ഓ ഡാം ഇറ്റ്, ഒന്ന് നിർത്ത് ഫിൻഡ്രൽ, ഒന്ന് നിർത്ത്. നീ മാറിയേ പറ്റുള്ളൂ, ഇനിയും ബെറ്റർ ആയേ പറ്റുള്ളൂ. ഹേയ്, ഫിൻഡ്രലിന് ഇതെന്ത് പറ്റി? അവൻ ഓക്കെ അല്ലേ? ആയിരിക്കും. ക്ലോവർ കിണ്ടത്തിൽ നിന്നും വന്നവരെ
നിങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് കടം തരൂ എന്ന് പറഞ്ഞ് സ്ലോ മോഷനിൽ വരുന്ന രാജ്ഞിയെ വീണ്ടും തല്ലി തടഞ്ഞ് താഴെ വീഴുന്നു. കമോൺ ലോറോ പച്ചിക്ക, നീ ഒരു രാജ്ഞിയെ പോലെ പെരുമാറാൻ പഠിക്ക്. നിന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നു, പക്ഷെ എന്നാലും നീ എത്ര ക്യൂട്ടാണ് എന്ന് പറഞ്ഞ് വാട്ടർ സ്പിരിറ്റ് അത് ഹീൽ ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് നോയലിനും മറ്റുള്ളവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് അവൾ അവരെ നേരിട്ട് കാണരുതെന്ന് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾക്കെന്തിനാ ഞങ്ങളുടെ സഹായം? ഹാർട്ട് കിണ്ടത്തിൽ സ്പിരിറ്റ് ഗാർഡിയൻ ഉൾപ്പെടെ 1-ാം സ്ഥാനത്തും അതിൽ കൂടുതലുമായ ഒരുപാട് മാച്ചസ് ഇല്ലേ? ഡബിളുമായി ഫൈറ്റ് ചെയ്യുന്നവർ 1-ാം സ്ഥാനത്തോ അതിൽ കൂടുതൽ ആയിരിക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഡബിളുമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് 0 സ്റ്റേജിലുള്ളവർക്ക് പോലും അതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പവർഫുൾ ആയ മാജിക് ഉപയോഗിക്കാൻ വേണ്ടി സ്പിരിറ്റ് ഗാർഡിയൻസ് ശക്തമായ നാച്ചുറൽ മാനയിൽ നിന്നും പവർ കടമെടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും ഡബിൾസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ലോവർ കിങ്ഡം നാച്ചുറൽ മാന അല്ലാത്ത മാജിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയിൻ, സ്റ്റീൽ, എസെൻട്രിക് സ്പെഷ്യൽ മാജിക്. നാച്ചുറൽ മാനയുടെ ദൈവികമായ സംരക്ഷണം ഉപേക്ഷിക്കുന്നതിന് പകരമാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ജനിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഡെവിളിനെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടൈം മാജിക് ഉപയോഗിക്കുന്ന വിസാർഡ് കിങ് ജൂലിയസ് നോവാക്രോണോ. ബ്ലാക്ക് ബുൾസിന്റെ ക്യാപ്റ്റൻ യാമി സുക്കീറോയുടെ ഡാർക്ക് മാജിക്കും അതിന് ഉദാഹരണമാണ്. പക്ഷെ ഇപ്പോ ജൂലിയസിന് തന്റെ ശക്തിയുടെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹേ വെയിറ്റ്, ഇതൊക്കെ എങ്ങനെ ഇവർക്കറിയാം? അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് അറിയുമായിരിക്കും എന്ന് നോയൽ ചിന്തിക്കുന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ആസ്ത ആൻഡ് നീരോ കോമ്പാക്ട് മാജിക്കിൽ മാത്രം നീരോ സ്റ്റേജ് 6-ലാണ് നിൽക്കുന്നത്. പക്ഷെ അവളുടെ കയ്യിലുള്ളത് പുരാതനമായ സീലിംഗ് മാജിക് ആണ്. മാത്രമല്ല നിരോധിക്കപ്പെട്ട മാജിക്കും അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആസ്തയുടെ കാര്യത്തിൽ അവന്റെ കയ്യിൽ മാനായില്ല. പക്ഷെ അത് കാരണം അവന് ആന്റി മാജിക് നേടിയെടുക്കാൻ സാധിച്ചു. നിങ്ങളെ പോലെയുള്ള വിശദീകരിക്കാനാകാത്ത പവേഴ്സ് ഉള്ളവരെ ആർക്കേൻ സ്റ്റേജിലാണ് ഉൾപ്പെടുത്തുന്നത്. സോ ആ ഡെവിളിനെ തോൽപ്പിക്കാൻ നിങ്ങളുടെ സഹായം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പകരമായി എനിക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും ഞാൻ നിങ്ങൾക്ക് തരാം. ഹേയ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. ക്യാപ്റ്റൻ യാമിയോട് ചോദിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു മാജിക് ട്രാൻസ്മിഷൻ ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞ മാജിക് ഐറ്റം ഉപയോഗിച്ച് ആസ്ത ക്യാപ്റ്റൻ യാമിയെ വിളിക്കുന്നു. എന്നാ പുള്ളി എപ്പോഴത്തെയും പോലെ ടോയ്ലറ്റിലാണ്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുതെന്ന്? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ യാമി കട്ട് ചെയ്യുന്നു. അതെ, അപ്പിയിടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹേയ്, ഒരു രാജ്ഞിയായ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചൂടാവുകയാണ് ആ വാട്ടർ സ്പിരിറ്റ്. ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയതാ. അതുകൊണ്ടാ മാർക്സിന്റെ സഹായത്തോടെ ഞാനും ഒരു മാജിക് ഐറ്റം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് മിമോസ മാർക്സിനെ കണക്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഹാർട്ട് കിണ്ടത്തിലെ രാജ്ഞിയെ അവർ കാണുന്നത്. ഹേയ്, നീയാണോ അത്? നീ ഏത് തരത്തിലുള്ള മാജിക്കാ ഉപയോഗിക്കുന്നേ എന്ന് ചോദിച്ച് വിസാർഡ് കിങ് അങ്ങോട്ട് വരുന്നു. ഏയ് ജൂലിയസ്, വെറുതെ ഇങ്ങനെ ആരുടെയും മുമ്പിലോട്ട് പോകാൻ പാടില്ല. നീ ഇപ്പൊ ചെറുതാണ്, അത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ച് ടെൻഷൻ ആവുകയാണ് മാർക്സ്. ഹേയ്, അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അത് രാജ്ഞിക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് ഇവർക്ക് അതിനെ ഇല്ലാതാക്കാൻ നമ്മളുടെ സഹായം ആവശ്യമാണെന്നാണ് ഇവർ പറയുന്നത്. അഫ്കോഴ്സ്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായേനെ. ഹേയ്, അത് നടക്കില്ല മോനെ എന്ന് പറയുകയാണ് മാർക്സ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആ ഡെവിളിന്റെ കൂടെ ഫൈറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടും. ഹേയ്, അത്രയും പവർഫുൾ ആണോ ഡെവിൾ? തീർച്ചയായിട്ടും നീ ഫൈറ്റ് ചെയ്ത ആ ഡെവിളിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നോ വേ, ആ ഡെവിളിനെ ഇല്ലാതാക്കാൻ ഫസ്റ്റ് വിസാർഡ് കിങ് അടങ്ങുന്ന ഒരുപാട് പവർഫുൾ ആയ ആളുകളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നു. ഗജയുടെ മുഖത്തുള്ള അടയാളവും ആ ഡെവിളിന്റെ പണിയാണ്. നോ വേ, ഞങ്ങൾ 3 പേര് വിചാരിച്ചിട്ട് പോലും ആ ഡെവിളിന് ഒരു പോറൽ പോലും വരുത്താൻ സാധിച്ചില്ല. അങ്ങനെയുള്ള അവന്റെ മുഖത്താണോ ആ ഡെവിൾ താജ്മഹൽ പണിത്? അതെ, ആ സ്പിരിറ്റ് ഗാർഡിയൻ പണ്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്തിരുന്നു. അവൻ ശരിക്കും വളരെ കഴിവുള്ളവനാ എന്ന് വിളിച്ചു പറയുവാണ് വിസാർഡ് കിങ്. എന്ത്? വിസാർഡ് കിങ് പുകഴ്ത്തുന്ന ഒരാളെ കൊണ്ട് പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഡെവിളോ? ഒരു പക്ഷേ ഇപ്പോ വിജയിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇനിയും ഒരുപാട് സ്ട്രോങ് ആയേ പറ്റൂ. മെഡിക്കുല എന്ന ആ ഡെവിൾ സ്പേഡ് കിണ്ടത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അവിടെയുള്ള അധികാരം പിടിച്ചെടുക്കാൻ ആ ഡെവിൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു. അധികം താമസിക്കാതെ ക്ലോവർ കിണ്ടത്തെയും ഡയമണ്ട് കിണ്ടത്തെയും അത് ആക്രമിക്കും. കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ കേഴ്സ് ബാധിച്ച് ഞാനും മരിക്കും. അതുകൊണ്ടാണ് എന്റെ ശക്തി മുഴുവനായിട്ടും ഇല്ലാതാവുന്നതിന് മുൻപ് സ്പേഡ് കിണ്ടത്തെ അറ്റാക്ക് ചെയ്യണമെന്നത് തീരുമാനിച്ചത്. നമ്മുടെ കയ്യിൽ 1/2 വർഷം മാത്രമേ സമയമുള്ളൂ. എന്തൊക്കെ പവേഴ്സ് കിട്ടുമോ അതെല്ലാം നമ്മൾ ശേഖരിക്കണം. ദയവ് ചെയ്ത് ഒരു ഡെവിളിനെതിരെ പോരാടാൻ സാധിക്കുന്ന എല്ലാ മാച്ചസിനെയും നിങ്ങൾ കൂടെ കൂട്ടണം. 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ശക്തരായി ഞങ്ങളുടെ കൂടെ ചേർന്ന് അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് വിളിച്ചു പറയുവാണ് അവർ. പിന്നീട് നമ്മൾ കാണുന്നത് ജൂലിയസിനോട് സംസാരിക്കുന്ന മാർക്സിനെയാണ്.
ഈ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ? എൽഫുകളുമായിട്ടുള്ള ഫൈറ്റ് കാരണം തന്നെ മാജിക് നൈറ്റ്സ് ഒരുപാട് ക്ഷീണിതരാണ്. 6 മാസം നമുക്ക് സമയമുണ്ടെങ്കിലും ഒരു ഡെവിളിനെ ഇല്ലാതാക്കാൻ ഹാർട്ട് കിണ്ടത്തിന്റെ കൂടെ നമ്മൾ ചേർന്നാൽ നമുക്ക് അതിലും വലിയ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നമ്മുടെ സ്കൗട്ട് പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടില്ലേ മാർക്സ്? ഡയമണ്ട് കിണ്ടത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മാജിക് നൈറ്റ് സ്ട്രോങ് ആയി മാറുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു വഴി. ഹാർട്ട് കിണ്ടത്തിന്റെ രാജ്ഞിക്കും അത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. മാർക്സ്, പെട്ടെന്ന് തന്നെ എല്ലാ മാജിക് നൈറ്റ് സ്ക്വാഡ് ക്യാപ്റ്റൻസിനെയും ഒരുമിച്ച് കൂട്ടണം എന്ന് വിസാർഡ് കിങ് അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹാർട്ട് കിണ്ടത്തെ പറ്റി മറ്റുള്ളവരോട് പറയുന്ന ആസ്തയെയും മറ്റുള്ളവരെയുമാണ്. അവിടുത്തെ രാജ്ഞിയുടെ കാര്യവും അവരെ കേഴ്സിംഗ് ബാധിച്ച കാര്യവും അവരില്ലാതായ ഹാർട്ട് കിണ്ടത്തിന്റെ അവസ്ഥയെ പറ്റിയെല്ലാം ആസ്ത അവരോട് പറയുന്നു. ഓ, മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആ ഡെവിളിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ നിങ്ങൾക്ക്? അതിന്റെ പേര് മെഡിക്കല എന്നാണ്. അതിപ്പോ സ്പെയ്ഡ് കിണ്ടത്തിലാണുള്ളത്. എന്ത്? സ്പെയ്ഡ് കിണ്ടത്തിലോ? അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ട കാര്യത്തെ പറ്റി പറയാം. ഹേയ്, നിങ്ങൾ എന്താ കണ്ടത്? ഡയമണ്ട് കിണ്ടത്തിന്റെ ബോർഡറിനടുത്ത് അവരൊരു സ്പെയ്ഡ് മേജിനെ കണ്ടിരുന്നു. അവൻ ഒരു സാധാരണ മേജ് ആയിരുന്നില്ല. 100 കണക്കിന് ഡയമണ്ട് സോൾജിയേഴ്സിനെയാണ് അവൻ അടിച്ച് താഴെയിട്ടത്. ആ കൂളായിട്ടുള്ള ഡാർക്ക് മാജിക് അവനെ ഒരു കേഴ്സ് ബാധിച്ചിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. നമ്മൾ കണ്ടയാൾ ആ മെജിക്കുല ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഡയമണ്ട് കിണ്ടത്തിന്റെ കാര്യമോ? അയാൾ കാരണം ഏകദേശം അവരുടെ കാര്യമെല്ലാം തീർന്നു. ഇത് കേട്ട് ആസ്തയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ സുഹൃത്തായിട്ടുള്ള മാർക്സ് അവിടെയാണ് ഉള്ളത്. കുറച്ചു നേരം അവനെ ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഡയമണ്ട് സോൾജേഴ്സിന്റെ പോലത്തെ അവസ്ഥ നമുക്കും ഉണ്ടായേനെ. ശരിയാണ്. ആ ഡെവിളിനെ നമ്മളെ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഹാർട്ട് കിണ്ടവും ക്ലോവർ കിണ്ടവും ഇല്ലാതാകും. ഇതിനുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇനിയും സ്ട്രോങ്ങറായി മാറുന്നതാണ്. രാജ്ഞി ഞങ്ങൾക്ക് 6 മാസം ട്രെയിനിങ്ങിനുള്ള സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഹാർട്ട് കിണ്ടം സ്പെയ്ഡ് കിണ്ടത്തെ അറ്റാക്ക് ചെയ്യും. ക്ലോവർ കിണ്ടത്തിലെ എല്ലാ മേജേഴ്സും അടുത്ത 6 മാസം കൊണ്ട് ട്രെയിനിങ് എടുത്തേ പറ്റൂ. മെഡിക്കലയെ തോൽപ്പിച്ച് എല്ലാവരെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഹേയ്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? എനിക്കൊരിക്കലും ഒരു ഫൈറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും ഫസ്റ്റ് സ്റ്റേജോ അതിനപ്പുറമോ എല്ലാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മളെല്ലാവരും ഫസ്റ്റ് ക്ലാസ്സോ അതിന് മുകളിലുള്ള മാജിക് നൈറ്റ്സോ ആയേ പറ്റൂ. ഹേയ്, 6 മാസത്തിനുള്ളിൽ വൈസ് ക്യാപ്റ്റന്റെ അത്രയും പവർഫുൾ ആയി മാറണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഹേയ്, ഇപ്പോൾ ഡെവിളിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ 4 പേര് മാത്രമേ ഉള്ളൂ. വിസാർഡ് കിങ്, ക്യാപ്റ്റൻ യാമി, നീരോ, ആസ്ത. അവരെ എല്ലാവരെയും ആർക്കേൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹേയ്, എനിക്കൊരു അവസരം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ല? ബിക്കോസ് മെജിക്കലയാണ് എന്റെ അമ്മയെ കൊന്നത് എന്ന് ചിന്തിക്കുവാണ് നോയൽ. കം ഓൺ ലാക്ക്, നീ ഇങ്ങനെ പേടിക്കല്ലേ. നോയൽ വരെ പറഞ്ഞില്ലേ അവൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന്. ശരിയാണ്, എന്നോട് ക്ഷമിക്കുക. എന്റെ ഒരു ഫ്രണ്ട് ഒരു അപകടത്തിൽപ്പെടുമ്പോ എനിക്ക് ഒരിക്കലും പേടിക്കാൻ സമയമില്ല. എന്റെ സുഹൃത്തായ ആസ്തയെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് 1 ആവാൻ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. അയ്യോ ശരിയാ, മെഡിക്കലെ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അവരെല്ലാവരും എന്നെ തൂക്കിക്കൊല്ലും. സോ ഇത്രയും നേരം ആസ്ത അത് മറന്നിരിക്കുമായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ലല്ലേ? യഥാർത്ഥ മാജിക് നൈറ്റ്സിന് ഡെവിൾ ആഗ്രഹിക്കുന്ന ഒന്നും ചെയ്യാൻ അനുവദിക്കാൻ സാധിക്കില്ല. അതെ, എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കും. ഈ 6 മാസം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിലും പരമാവധി പവർഫുൾ ആവാൻ ഞാൻ ശ്രമിക്കും. ആ കേഴ്സിനെ ഇല്ലാതാക്കി മിസ് ഫിനിക്സ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരാളായി മാറാൻ എന്നെ കൊണ്ട് സാധിക്കും. നമ്മൾ മെജിക്കലയെ പരാജയപ്പെടുത്തി ഈ കേഴ്സ് ഇല്ലാതായതിനു ശേഷം അമ്മയെ കുറിച്ച് എനിക്ക് നോസിലിനോട് വീണ്ടും സംസാരിക്കണം. എനിവേ, മെഡിക്കലയെ നമ്മൾ തന്നെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ എന്റെ ഈ ഡെവിളിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. അവരുടെയും ഈ ലോകത്തിന്റെയും ഫ്യൂച്ചറിനു വേണ്ടി മറ്റൊരു ഡെവിളിനെ അതിന്റെ വഴിയിൽ വിടാൻ ഞാൻ അനുവദിക്കില്ല. ഓക്കെ ഗായ്സ്, അപ്പോ അടുത്ത 6 മാസത്തേക്ക് ബ്ലാക്ക് ബുൾസിന് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, ആരുമായി വേണമെങ്കിലും കൂട്ടുകൂടാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു മിഷൻ കൂടുതൽ സ്ട്രോങ്ങർ ആയി മാറും എന്നുള്ളത് മാത്രമാണ്. ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് ഒരു ഡെവിളിനെയും സ്പെയ്ഡ് കിണ്ടത്തെയുമാണ്. Come on guys, push your limits. യഥാർത്ഥ ബ്ലാക്ക് ബുൾസ് എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം.